നിങ്ങൾ പറഞ്ഞില്ലേ, പലരും വാർത്ത കൊടുത്തില്ലേ, ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും. UDF വന്നാൽ ലീഗിന് അപ്രമാദിത്വം, ലീഗ് 5 സീറ്റ് കൂടുതൽ, ലീഗ് 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല, 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല. കോൺഗ്രസിനാണ് ഇപ്പോ 2 സീറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഈ മുന്നണി ലീഡ് ചെയ്യുന്ന കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തൽക്കാലത്തേക്കാണെങ്കിലും അവർ 2 സീറ്റ് വിട്ടു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ബലം പ്രയോഗിച്ചെടുത്തൊന്നുമല്ല, 2 സീറ്റ് അവർ വിട്ടു വന്നിരിക്കുകയാണ് കോൺഗ്രസിന്. ഒരു അലോസരം നിങ്ങൾ എവിടെയെങ്കിലും UDFിലെ ഒരു ഘടകകക്ഷി എവിടെയെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നോ? LDFിൽ എത്ര വന്നു? UDF ടീം UDF എന്ന് പറഞ്ഞാൽ ടീം UDF ആണ്. ഇനി 2 കോൺഗ്രസിൽ ഞാൻ അഭിമാനത്തോടെ ഞാൻ KPCC പ്രസിഡന്റിനെയും ദേശീയ നേതൃത്വത്തെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു, ഒരു കാലത്തും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്, ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്, ഞങ്ങൾ അഭിമാനമാണ്, അവരാണ് ഞങ്ങളുടെ അസറ്റ് ഉള്ള പാർട്ടിയാണ്. അതിന് ഈ കഴിഞ്ഞ 5 പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ട് അത്ര ഒരു അലോസരം പോലും ഉണ്ടായില്ല. പിന്നെ കാര്യങ്ങൾ കാണുമല്ലോ, ഇപ്പോ ഒറ്റ വിഷയമാണല്ലോ, അത് ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ അതിന്റെ അകത്തൊരു ഫൈനാലിറ്റി വന്നു. അല്ല, ഞാനത് പ്രത്യേകമായിട്ട് പരാമർശിച്ചു. അദ്ദേഹത്തിന് അവരുടെ ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ സീറ്റ് കൊടുത്തു. അവര് പാർട്ടിയും അത് പരിശോധിച്ചതിന് ശേഷം അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു തിരിച്ചു തന്നു. തീർച്ചയായിട്ടും ഫോർവേഡ് ബ്ലോക്കിനോട് ശ്രീ ദേവരാജനോട് ഞങ്ങൾ നന്ദി പറയുന്നു. UDF എന്തായാലും അധികാരത്തിൽ വരുമ്പോഴും ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഫോർവേഡ് ബ്ലോക്കിനോട് ഞങ്ങൾ പൂർണ്ണമായ നീതി പുലർത്തും, വാക്കാണ്. അല്ല, അതൊന്ന് അതിന്റെ ഡീറ്റെയിൽ രാജ്യസഭ തീരുമാനിക്കുന്ന ഞാനാണ്. ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തു. ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാനൊരാളുമല്ല. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഞാൻ സീറ്റ് കൊടുക്കാം അതല്ലല്ല, അദ്ദേഹം അവരുമായിട്ട് അവരുടെ ഒരു 10-53 കക്ഷികളുള്ള അവരുമായിട്ട് അവർ സംസാരിക്കാൻ വന്നു. കന്റോൺമെന്റ് ഹൌസിൽ വെച്ചാണ്, എന്റെ ഔദ്യോഗിക ഹൌസിൽ വെച്ചാണ് സംസാരിച്ചത്. അവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ സീറ്റ് കൊടുക്കാന്ന് പറയാൻ പറ്റിയ ആളാണ് ഞാൻ പറയാം അത് പരിഗണിക്കാം മുന്നണി നേതൃത്വമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞു. പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വൈകിട്ട് ഞങ്ങൾ മത്സരിക്കുന്നതാണ്, പാർട്ടി മത്സരിക്കണം എന്ന തീരുമാനം എടുത്തു. അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് അവിടെ മത്സരിപ്പിക്കാനും അതില്ല. 25 സീറ്റാണ് 27. അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. അവർ ഇന്നലെ അനൗൺസ് ചെയ്ത് 25ആണ്. അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. അല്ല, അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഉള്ളത്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനമുണ്ട്. പത്തനംതിട്ട ജില്ലയടക്കം പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പ്രാദേശിക പ്രശ്നങ്ങളാണോ അതൊന്നല്ല. നിങ്ങള് കുറെ സീറ്റുകൾ വൈകാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മിനിയാന്ന് മനസ്സിലായി. കണ്ണൂര് നിങ്ങൾ എന്താ തീരുമാനം എടുക്കാത്തതെന്ന് ചോദിച്ചു. UDFന്റെ സീറ്റ് വിഭജനം എന്താണ്? സീറ്റ് വിഭജനം ഇപ്പൊ RSP ഉണ്ടായത്, RSP ആർക്കാ പിന്തുണ കൊടുത്തത്? CPMലുണ്ടായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു. അവിടെ RSP സീറ്റ് അവർ പിന്മാറിയിട്ട് ശ്രീ ഷിബു ബേബി ജോൺ തന്നെ മുൻകൈയെടുത്ത് അവിടെ പോയി ശ്രീ കുഞ്ഞകൃഷ്ണൻ പിന്തുണ കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ എവിടെ കലാപം ഉണ്ടായത്? തളിപ്പറമ്പിൽ കലാപം ഉണ്ടായല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ കാത്തു നിൽക്കണ്ടേ? ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? നിങ്ങൾ ഇതൊക്കെ കൂടി കേക്ക്. അന്ന് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? സത്യത്തില് എനിക്ക് ഈ സമയം സമയം ഈ ഇലക്ഷന്റെ പ്രഖ്യാപനം 9-ാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടി വെയിറ്റ് ചെയ്താലേ ഉണ്ടായനെ സമയമില്ലാത്തതുകൊണ്ടാ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഫീൽഡ് ചെയ്യണുണ്ട്. 3 ദിവസം കൂടി കാത്തിരിക്കുന്നത്. എന്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്. ഞാൻ 23-ാം തീയതിയാണ് ഇലക്ഷനെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു 3 ദിവസം കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. പിന്നെ എല്ലാ സീറ്റും കൂടി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അല്ല, ഇന്ന് ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മളങ്ങനെ കെണിവെച്ച് ആളെ പിടിക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ നിങ്ങള് ഈ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ? എന്ത് വിസ്മയം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തില്? ഇനി വേണോ?
എപ്പോ വേണം എപ്പോ വേണം എപ്പോ വേണം വിസ്മയങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ കൂടെ മേൽക്കോയ്മ ഇപ്പൊ ഈ സുധാകരൻ വിവാദം മൂലം ഇല്ല. ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അത് തന്നെ പറഞ്ഞിരിക്കുക. കാരണം നിങ്ങളുടെ അജണ്ട അതാണ്. നിങ്ങളുടെ അജണ്ട ഇവിടെ ഒരു പ്രശ്നമില്ല UDF-ല്. അപ്പൊ അതിന് വാർത്ത ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൽ ഒരു വിഷയമില്ല. ഇനി ആര് പോസ്റ്റർ അടിക്കുന്ന പ്രസിൽ പോയിട്ട് ഓരോരുത്തർ അത് നോക്കിയിട്ട് വാർത്തകൾ നിങ്ങൾ ഇതൊന്നും കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചരിത്രം പരിശോധിക്കും. അല്ല, ചരിത്രം അറിയാലോ. UDF-ലൊക്കെ ഒരു അലോസരമില്ലാതെ ഒരു തർക്കമില്ലാതെ എത്ര ഭംഗിയാണ്. നിങ്ങൾ ആരും അറിഞ്ഞു പോലുമില്ല സീറ്റ് വിഭജനം. അല്ലല്ല, അതൊക്കെ ഞങ്ങൾ ഇന്ന് ഫൈനൽ പറയാം. ഞാനത് പറഞ്ഞില്ലല്ലോ. ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. നേതാക്കൾ പോസ്റ്റ് ഇടുന്നു, പോസ്റ്റ് വെക്കുന്നു. നിങ്ങള് ഞാനിപ്പോ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും സാദിഖ് അലി തങ്ങളെ വിളിച്ചിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തൊരു സീറ്റുകളാണ് അവര് പ്രഖ്യാപിച്ചിരിക്കുന്ന സീറ്റുകൾ. അതില് എന്തെല്ലാം വാർത്തകൾ നേരത്തെ വന്നു, എന്തെല്ലാം കാര്യങ്ങളൊക്കെ നേരത്തെ വന്നു. എത്ര മനോഹരമായിട്ടാണ് അവര് ആ സീറ്റ് അവരുടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ സീറ്റ് പ്രഖ്യാപിച്ചാൽ ആരൊക്കെ ജയിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആരെങ്കിലും തോക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ ലിസ്റ്റിൽ നോക്കേണ്ടത്. അതുപോലത്തെ ലിസ്റ്റാണ്. നിങ്ങളെ ലിസ്റ്റ് നോക്ക്. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടല്ലോ. സീറ്റ് കിട്ടാത്ത ആരെങ്കിലും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ അങ്ങനെയല്ലല്ലോ. അതൊന്നുമല്ല. അതിലൊന്നും അല്ല. അത് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പറയാം, തീർച്ചയായിട്ടും പറയാം. അതൊക്കെ പാർട്ടി സീറ്റുകൾ എല്ലാവരും പരിഗണിക്കല്ലേ എല്ലാവരും. അപ്പൊ ഞാൻ മുൻകൂട്ടി പറഞ്ഞ ശരിയാണ്. നിങ്ങൾ ഇതാണ് സാധനം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണല്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തയുണ്ട്. ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും കൂടി രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോയി. ഡൽഹിയിൽ വന്നാൽ ഞങ്ങൾ പോകണ്ടേ. അപ്പോൾ കോൺഗ്രസിൽ തർക്കം മുറുകി. നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ പോണത് ഞങ്ങൾ ഇവിടെ വന്ന ആദ്യം ചെയ്യേണ്ട അതാണ്. തർക്കം പരിഹരിക്കാൻ കൂടിയല്ലേ? അങ്ങനെ അല്ലല്ലോ. ഡൽഹിയിൽ വന്നാൽ ദേശീയ നേതാക്കളെ കാണുമല്ലോ. ഞാൻ ഡൽഹിയിൽ വന്നിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാതെ ഇതുവരെ തിരിച്ചുപോയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിക്കും. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ കാണും. ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം, അദ്ദേഹത്തിന്റെ ഡേറ്റ്, ദേശീയ നേതാക്കളുടെ ഡേറ്റ്, അദ്ദേഹത്തിനോട് അത് ചോദിച്ചു മനസ്സിലാക്കി ഏതെല്ലാം പ്രോഗ്രാമിനാണ് പെടുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാര് രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാൻ പോകുമ്പോൾ തർക്കം മുറുകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിന്റെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താന്ന്. അപ്പൊ തന്നെ VD സതീശൻ ശോഭിച്ചു. ഇന്നിപ്പോ ഞാനൊരു വാർത്ത കണ്ടു, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ ഒന്നാമത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹം കോപിഷ്ഠനാണ്, അദ്ദേഹം കോപാകുലനായി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി, എന്റെ ദൈവമേ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളോട്. നിങ്ങൾക്ക് അതിന്റെയും കൂടി നിങ്ങളുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശീലോ. നിങ്ങൾ ഉറങ്ങാതെ നിൽക്കണതിന്റെ പ്രശ്നം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയൊന്നും പറയല്ലേട്ടാ. ഞാൻ കോപാകുലായ എന്റെ മുഖത്ത് നോക്കി അറിയാം. നിങ്ങൾ സതീശൻ കോപാകുലാണ്, സതീശൻ ചിരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തേക്കാളും കുറച്ചൊരു സന്തോഷവാനാണ്. താങ്ക് യു. ഞാൻ എപ്പോഴും ഞാനിവിടെ പാർട്ടി ഭാരവാഹിയായിട്ടും പ്രത്യേക ക്ഷണിതാവായിട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്തൂടെ വന്നിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയാലോ ഇവിടെ എന്തായിരുന്നു ഡൽഹിയിലെ കേരള അവസ്ഥ. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിക്കും, പുതിയതായി വന്നവര് എന്തായിരുന്നു ഇവിടെ ഇല്ലേ? അതൊന്നും അല്ലല്ലോ, എത്ര സ്മൂത്താണ്. അങ്ങനെയാണ്, എത്ര സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ വരാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം. അതുകൊണ്ടാണ്. അപ്പൊ ഡേയ്സ് കുറവാകുമ്പോൾ കൂടുതൽ ആൾ വരുമല്ലേ വേണ്ടത്. ഒരാഴ്ച വന്ന് നിൽക്കേണ്ട ആളിന് ഒരു ദിവസം വന്ന് നിൽക്കേണ്ടത്. പെട്ടെന്ന് എത്ര സ്പീഡിലാണ് തീരണത്. ആദ്യത്തെ ദിവസം വൈകിയത് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട്? വിൻസെന്റ് MLAക്ക് ആ കേസ് ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം വീണ്ടും മത്സരിച്ച് അദ്ദേഹം വീണ്ടും ജയിച്ചു ഇല്ലേ? എല്ലാവർക്കും എതിരെ എന്തെല്ലാം കേസുള്ളത്. ഇപ്പൊ എന്താണ് മറ്റേ TK ഗോവിന്ദൻ പറഞ്ഞത്? TK ആന്തൂരിലെ സാജൻ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.